ഹലോ ഗായ്സ്, വെൽക്കം ടു അൻഡാദാസ് വ്ളോഗ്. സുഖമല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സംഭവം അമ്മല്ലേ ബിഹാറി സ്റ്റൈലില് പനീർ ഉണ്ടാക്കാൻ പോവാണ്. മട്ടർ പനീർ. മട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബീൻസിലെ ഗ്രീൻ ബീൻസ് പച്ചപ്പട്ടാണി അതാണ്. പിന്നെ പനീർ കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഓർക്കൊന്നും അറിയില്ല സംഭവം ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന്. അപ്പോൾ ഇന്നുണ്ടാക്കിയിട്ട് നാളെ ഒരു കുറച്ച് കൊണ്ടെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇതിലില്ലേ പട്ടാണി വെച്ചിട്ടുണ്ട്. സംഭവം രാവിലെ ഫസ്റ്റ് വെള്ളത്തിൽ വെച്ചെന്ന്. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് വിസിലടിക്കാൻ പോവാണ്. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് വെക്കും. ഇവിടെ അതിനുള്ള ഉള്ളി കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇത് കുറച്ച് അപ്പക്കാരം. ഉപ്പിന് ഹിന്ദിയിൽ നമക്ക് എന്നിട്ട് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എത്ര വിസിലടിക്കുക അമ്മ? 2 3 നിങ്ങൾക്ക് എങ്ങനെ വേവ് വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട്. അമ്മയ്ക്ക് ജലദോഷം പിടിച്ചത് അതുകൊണ്ട് സൗണ്ടൊന്നും ഇറങ്ങുന്നില്ല അമ്മേൻ്റെ. പിന്നെ ഈ തട്ടത്തിലില്ലേ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, പിന്നെ വേറെ കട്ടായി വെച്ച ഉള്ളി ഉണ്ട് കേട്ടോ. അത് അരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പേസ്റ്റ് ആക്കി എടുക്കും. പനീർ മിൽക്കി മിസ്റ്റ് ഇതമ്മ കഴുകിട്ടോ ഇപ്പോൾ കൊണ്ടുവന്നിട്ട്. ഇതില്ലേ ഞങ്ങൾ നാട്ടിൽ വലിയ കട്ടായിട്ടും കിട്ടും കേട്ടോ. എൻ്റെ വീട്ടിൽ പീസ് മാതിരി കട്ട് ചെയ്യുക, ഹോം മെയ്ഡും കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടില്ല. ഇവിടെ സംഭവം പാക്കറ്റിലുള്ളത് തന്നെ കിട്ടലുള്ളൂ കേട്ടോ. ഇത് അച്ചേക്കും ചിലർ കഴിക്കും കേട്ടോ. പക്ഷെ എനിക്കിഷ്ടം, എനിക്ക് ഫ്രൈ ചെയ്തെത്താൻ ഇഷ്ടം കഴിക്കാൻ. അപ്പോൾ ഇവിടെ ഇല്ലേ പനീർ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ ചെയ്തേരാം അമ്മ പൊയ്ക്കോ. ഇത് നമ്മൾ ചോപ്പാവണ വരെ ഇങ്ങനെ തന്നെ നമ്മളിതിൽ ഇളക്കിക്കൊണ്ടേ നിൽക്കും. അങ്ങനെ ഇതാട്ടോ, ഇത് നന്നായിട്ട് ചോന്നിട്ടുണ്ട്. നല്ല സ്മെല്ല്. അമ്മയൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനെടുത്ത് കഴിക്കുമ്പോൾ വേറൊരു സുഖമാണ്. എനിക്ക് കറിയിലിട്ട അത്ര ഇഷ്ടമല്ല, പക്ഷെ ഈ ഫ്രൈ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെ ഇതാട്ടോ. ഇതിലെന്തൊക്കെയാ അറിയാം? ജീരകം, പിന്നെ ബേ ലീഫ്, പിന്നെ ഉണക്കമുളക് കിട്ടോ. ഇവിടെ പനീർ ഫുള്ളും ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇതിൽ കുറച്ച് കായപ്പൊടി ഇട്ടോ. പിന്നെ ഉള്ളി വെച്ച് ഇവിടെ ഷെഫ് മാറിയിട്ടോ. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അച്ഛനായി ഷെഫ്. ഇത് കുറച്ച് ചോപ്പിക്കും കേട്ടോ. ജിഞ്ചർ ഗാർലിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ അരിച്ചില്ലായിരുന്നോ, അതിലേക്ക് മല്ലിപ്പൊടി വെച്ച്, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ചിട്ട്, പിന്നെ ഗരം മസാല, ഗരം മസാല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പകുതി ഉള്ളി എടുക്കും. പകുതി ഉള്ളി എടുക്കും. നിക്കാൽബോ ഓ ഇതില്ലേ ഉള്ളി ഇതാ ചോന്നില്ലേ, എന്നിട്ടാട്ടോ വെച്ചത്. അതാണ് അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചത്. ഹാഫ്
ചോപ്പായി മീൻസ് കുറച്ച് ഒരു ബ്രൗണിഷ് കളറായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് വെച്ച് ഇനി ഇതൊരു മീൻസ് നല്ല സ്മെല്ല് വരുന്ന വരെ ഇതിലേക്ക് വെക്കും കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. കിട്ടുന്ന മിനിറ്റ് ഒരു 10-15 മിനിറ്റ് കേട്ടോ. അങ്ങനെ തന്നെ വിടുവേ, മൂടി വെച്ചിട്ട് നമ്മൾ വിടും ഇത് കേട്ടോ. ഇതൊരു എത്ര മിനിറ്റ് എടുത്തറിയോ? ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടോ. ഞങ്ങളൊരു കളറ് കണ്ടില്ലേ? കണ്ടില്ലേ? ഇത് ചട്ടിലൊന്നും ഇതാവില്ലല്ലോ, ഒട്ടിപ്പിടിക്കില്ലല്ലോ. അതിൻ്റെ അർത്ഥം ആയി നട്ടോ. ആ ഇതാ ഇത് മറ്റേ പട്ടാണി വേവിച്ചില്ലെന്നോ, അത് അതിലേക്ക് വെച്ചാണ്. പനി വിടില്ലോ അതിത്തെ വെള്ളം ഒഴിവാക്കിയിരുന്നു കേട്ടോ പട്ടാണിത്തെ. എന്നിട്ടാണ് പട്ടാണി മാത്രാട്ടോ വെച്ചേ. എന്താ പനീര് വെക്കുക അതില്. അമ്മേന്റെ അവസ്ഥ, ജലദോഷം പിടിച്ചിട്ട് അമ്മയ്ക്ക്. കളി മുറിച്ചിട്ട് വെക്കാണ് കേട്ടോ. ചെറിയൊരു തക്കാളിയാണ്. നിങ്ങൾക്ക് അധികം പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണമൊക്കെ വെക്കാം. അച്ഛന് അധികം പുളി ഇഷ്ടമല്ല. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്. ഇതിൽ ഇനി ഒന്നും വെക്കാനില്ല. ഐ തിങ്ക് അതിൽക്കൂടെ കുറച്ചും കൂടി ഗരം മസാല വെക്കും. അധികമില്ല, കുറച്ച് ഒരു സ്പൂൺ. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിം, ലോ ഫ്ലെയിമിലിട്ട് ഇതൊക്കെ വെച്ചേ. ഇനി കുറച്ച് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടിത് കുറച്ച് നേരം വിടുക. ഒരു 10 റൊട്ടി. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. അല്ല അമ്മ ചപ്പാത്തി ആരുണ്ടാക്കുക? रोटी नोट चपाती बिहारी रोटी. अच्छा केरला चपाती. ओके ओके കുറച്ചേരം മൂടി വെക്കാം. ഇതാട്ടോ ഇത് റെഡി ആയിട്ടുണ്ട് കറി. ഇത് ഓഫായിരിക്കുകയാണ്. നല്ല സ്മെല്ല്. ഇനി ഞാനിത് കഴിക്കുമ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന്. കേട്ടോ അമ്മ ചപ്പാത്തി ഉണ്ടാക്കുക. അമ്മ എന്ത് പറ്റി? ഞാൻ ഉണ്ടാക്കി കൊടുക്കൂടെ ചപ്പാത്തി, പക്ഷെ ഞാൻ ഉണ്ടാക്കി ആർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ്. ഞാൻ ഉണ്ടാക്കൊക്കെ ചെയ്യും, കണ്ടില്ലേ? ആയില്ലല്ലോ. ഇവിടെ ആവാണ്ട്. ഞാൻ ഉണ്ടാക്കി തരണം. എന്നിട്ടിതിൻ്റെ മുകളിൽ വേറൊരു ചപ്പാത്തി വെച്ച്. വൗ, ഇതാണ് അമ്മേൻ്റെ കഴുത്ത് ചപ്പാത്തി. പക്ഷെ എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല, എനിക്ക് ചോറാണ് ഇഷ്ടം. മതി പോവാ ഞാൻ. അപ്പം ഞാൻ പഠിക്കാൻ പോട്ടെ ഗൈസ്. ബൈ ബൈ. ഇനി നൈറ്റ് കാണാം ഫുഡ് കഴിക്കുമ്പോൾ. ഇതാട്ടോ നെയ്യ് ഇട്ട ചപ്പാത്തി, പിന്നെ തൈര്,
മുളക്, പിന്നെ പനീർ കറി, പനീരിൻ്റെ കറി. വാവ്, കണ്ടിട്ട് തന്നെ കൊതിയാവണം കഴിക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം, എനിക്ക് കൺട്രോൾ ആവില്ല. ഓക്കെ ഗൈസ്.